വിൻ്റർ ആകുമ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളൊരു പ്രശ്നമാണ് ബ്ലാക്ക് മോൾഡ്, വിൻഡോസിലുള്ള കണ്ടൻസേഷൻ, കുട്ടികൾക്ക് വരുന്ന ചെറിയ ചെറിയ അലർജീസ്, അതേപോലെ ഏറ്റവും വലിയ പ്രശ്നകാരി നമ്മുടെ ജാക്കറ്റ്സിലൊക്കെ കുക്കിങ്ങിൻ്റെ സ്മെല്ല് വരിക എന്നുള്ളത്. ഇതിനെല്ലാത്തിനും കൂടെ ഒരു ഒറ്റ സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഡ്യൂഹ്യൂമിഡിഫയർ കം എയർ പ്യൂരിഫയർ ആണ്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു 12 ലിറ്റർ കപ്പാസിറ്റിയുടെ പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. 25 ലിറ്റേഴ്സ് അവൈലബിൾ ആണ്, 30 ലിറ്റേഴ്സും അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഡീഹ്യൂമിഡിഫയറിന് ഒരു എയർ ഫിൽറ്റർ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ഈ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു HEPA എയർ ഫിൽറ്ററാണ്. ഈ എയർ ഫിൽറ്ററിനെക്കാട്ടി കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കാർബൺ ഫിൽറ്ററാണ്. ഈ കാർബൺ ഫിൽറ്റർ ആകുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ലിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇതൊരു 2 ലിറ്ററിൻ്റെ വാട്ടർ കപ്പാസിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ആപ്പിൻ്റെ ഒരു ഹെൽപ്പിലൂടെ കൺട്രോൾ ചെയ്യാം. നമ്മളിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുകയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഹ്യൂമിഡിറ്റി റേഞ്ചിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഓഫായി കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ സെൻസർ ഈ ഹ്യൂമിഡിറ്റിയെ സെൻസ് ചെയ്യും. ഇപ്പം 50% നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക. ഇതൊരു 50% ആകുമ്പോൾ ഓഫാവും. അത് കഴിഞ്ഞ് വീണ്ടും റൂമിലെ ഹ്യൂമിഡിറ്റി 50ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ഇത് വീണ്ടും ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണിട്ട് ഇത് ഓണാക്കുകയോ ഓഫാക്കുകയും ചെയ്യേണ്ട. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വോയിസ് കൺട്രോളിലും കൂടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലക്സ ആയാലും ഗൂഗിൾ അസിസ്റ്റൻറ്റ് ത്രൂ ആയാലും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പ്രോഡക്റ്റാണ്, നമുക്ക് ഹെൽപ്ഫുള്ളാണ്.